വെൽക്കം ടു മല്ലുമിക്സ് ചാനൽ. ഞാൻ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ലൈവിൽ കുറേ പേര് എന്നോട് എൻ്റെ സ്കിൻ കെയറിനെ പറ്റി ചോദിച്ചത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് സ്കിൻ കെയർ വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസ് വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോട്ട് ആൻഡ് ഗീയുടെയും പിന്നെ ഡെർമാക്കോയുടെയും എൻ്റെ കയ്യിൽ ഫേസ് വാഷുണ്ട്. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡെർമാക്കോയുടെ ആയിരുന്നു. ഡെർമാക്കോയുടെ യൂസ് ചെയ്യുന്നത് ഞാനൊരു യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ഏതാണ് കൂടുതലും ബെറ്ററായിട്ട് അവർക്ക് വർക്കായെന്ന് അവർ പറയുന്ന ഇത് നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. കാരണം നമ്മുടെ ഫേസിന് ഏതാണ്, നമ്മുടെ ഫേസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ഫസ്റ്റ് അറിഞ്ഞിട്ട് അതിനുള്ള സാധനങ്ങൾ സ്കിൻ കെയർ പ്രോഡക്ട്സേ നമ്മൾ വാങ്ങിക്കാവുള്ളൂ. ഞാൻ ആദ്യം അവർക്ക് ഏതാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ നോക്കി വാങ്ങിച്ച്. അപ്പോൾ എനിക്ക് റിസൾട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ പിന്നെ എനിക്ക് ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് നോക്കി വാങ്ങിച്ചതാണ് ഇത്. കാരണം എൻ്റെ ഫേസ് ഡള്ളാണ് കൂടുതലാവുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഇതാണ് എനിക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഞാൻ ബ്രൈറ്റനിങ്ങിൻ്റെ ഈ ഫേസ് വാഷ് ഇതിടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ചൊന്ന് ഫേസ് ബ്രൈറ്റ് ആവും. നമ്മുടെ അഴുക്കും ടാൻ അങ്ങനെ റിമൂവ് ആവുമെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഇത് ഇപ്പോൾ നമ്മൾ ഡള്ളായിട്ടിരിക്കുമ്പോൾ നല്ലപോലെ ഫേസ് ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് യൂസ് ചെയ്ത് കാണിക്കും. ഇപ്പം ഞാൻ ഫേസ് ഒന്നും കഴുകിയിട്ടില്ല. ഇത് കഴുകി കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് ഡെർമാക്കോയുടെ ഫേസ് വാഷാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെർമാക്കോയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നല്ല ഓയിലി സ്കിന്നിനാണ്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഡെർമാക്കോയുടെ ഏറ്റവും ബെറ്റർ ഓയിലി സ്കിന്നിനാണ്. പിന്നെ അവരുടെ ഫേസിൽ കുരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, ബ്ലാക്ക് സ്പോട്ട്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബെറ്റർ ആയിരിക്കും. കാരണം ഇത് ഫേസ് നല്ലപോലെ ഡ്രൈയും ആക്കും, നമ്മുടെ ഫേസിലുള്ള ഈ പിമ്പിള് അതുപോലത്തെയൊക്കെ കുറയ്ക്കും. അതാണ് ഈ രണ്ടിൻ്റെ. എനിക്ക് പക്ഷേ പേഴ്സണലി കൂടുതൽ എനിക്കിഷ്ടം ഡോട്ട് ആൻഡ് ഗീയുടെ ഈ ഫേസ് വാഷാണ് ഇഷ്ടം. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഫേസ് ഇരിക്കുന്നത്. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണ്. അത്യാവശ്യം ബ്രൈറ്റനിങ്ങും പിന്നെ അഴുക്കെല്ലാം ഫേസിൽ പോയിട്ടുണ്ട്. എനിക്ക് ഇപ്പം 2 ഫേസ് വാഷിൻ്റെ ആവശ്യമുണ്ട്. കാരണം എൻ്റെ ഫേസ് ചില സമയത്ത് ഓയിലിയും ആവും, പിന്നെ ചില സമയത്ത് പിമ്പിള്, പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള കുരു പാടുകളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഡോട്ട് ആൻഡ് ഗീയുടെ യൂസ് ചെയ്യും. പിന്നെ രാത്രി ഞാൻ ഡെർമാക്കോയുടെ യൂസ് ചെയ്യും. കാരണം രാവിലെ നമ്മൾ ഡോട്ട് ആൻഡ് ഗീ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇത് ഫേസ് ബ്രൈറ്റ് ആക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മേക്കപ്പ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് നല്ലതായിരിക്കും. പിന്നെ രാത്രി നമ്മളപ്പോൾ കിടക്കുമ്പോൾ നമ്മുടെ സ്കിൻ മാക്സിമം നമ്മൾ ഈ ബ്രൈറ്റനിങ് രാവിലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രീം അതൊക്കെ ഇടുന്നത് കൊണ്ട് അത്ര എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിനാണ് നമുക്ക് മെയിനായിട്ട് എഫക്റ്റ് ഉണ്ട്. കാരണം നമ്മുടെ കുരു അതുപോലത്തെ ആക്നേസ് ഒക്കെ പോകണമെങ്കിൽ ഇത് രാത്രി ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വാങ്ങിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് ഫേസ് വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട് ആൻഡ് ഗീയുടെ തന്നെ. നിങ്ങൾ ആലോചിക്കും ഞാൻ എല്ലാം ഡോട്ട് ആൻഡ് ഗീയുടെ തന്നെ. പക്ഷെ ഞാൻ ആദ്യം വാങ്ങിച്ചതാണ് ഈ ഡോട്ട് ആൻഡ് ഗീൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും. ഞാൻ ഉപയോഗിക്കുന്ന ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീൻ തന്നെയാണ്, വേറെ ഒന്നും ഡോട്ട് ആൻഡ് ഗീയുടെ ഇല്ല. അപ്പോൾ ഇതാണ് ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീൻ. ഇത് സെയിം തന്നെയാണ്, എന്ന് വെച്ചാൽ ഇതിന് മാച്ച് ആവുന്ന തന്നെ ഉള്ള. ഞാനപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സംഭവം കിട്ടുമായിരുന്നു ഇങ്ങനെ കോരിയെടുക്കുന്ന പോലത്തെ, പക്ഷെ അത് ഞാൻ കൊണ്ട് കളഞ്ഞു. ഇത് നമ്മളത് കഴിഞ്ഞ് ഫേസിലിടണം. ഇത് ആദ്യം ഞാൻ ഉപയോഗിക്കുമ്പോൾ ഒരു ബേണിങ് സെൻസേഷൻ എനിക്കുണ്ടായിരുന്നു ഫേസിൽ. പിന്നെ എനിക്കതൊക്കെ മാറി. ഫസ്റ്റ് യൂസിൽ നമുക്കെല്ലാം എന്ത് സാധനമാണെങ്കിലും അങ്ങനെ വരും. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇതടച്ച് വെക്കട്ടെ. ഞാനിതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയായതുകൊണ്ട് കുറച്ചിടുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഇതനുസരിച്ച് ഇട്ടാൽ മതി. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ. അല്ല ഇതിൻ്റെ കൂടെ ഇട്ടാൽ നമ്മൾ സൺസ്ക്രീനും ഇതിൻ്റെ കൂടെ ഇട്ടാൽ അത്ര സെറ്റ് ആകത്തില്ല. മുടിയൊക്കെ കുളമായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ഉണക്കി കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ്
സൺസ്ക്രീൻ ഞാനിപ്പോൾ കുറച്ചേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ടാണ്. അല്ലാതെ ഞാനിപ്പോൾ പുറത്ത് വല്ലതും പോവുകയാണെങ്കിൽ ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്യും. പിന്നെ 3 ഫിംഗർ റൂളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. തെറിച്ച് ഞാൻ ഇവിടെ ഇടാനിരുന്നേ. ഇതിൻ്റെ കുഴപ്പം എന്തുവാണെന്നറിയാമോ? ഇത് തെറിക്കും. എനിക്കറിയില്ല. ഡോട്ട് ആൻഡ് ഗീ ഇത് കാണുന്നുണ്ട്. ഈ ഡോട്ട് ആൻഡ് ഗീയുടെ സൺസ്ക്രീൻ എൻ്റെ ഫേസിൽ എപ്പോഴും തെറിച്ച് പലയിടത്ത് പോകാറുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. പക്ഷെ എനിക്ക് ഈ സൺസ്ക്രീൻ മോയ്സ്ചറൈസറിൻ്റെയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ്റെ മണം. മറ്റേ ബേബി സോപ്പിൻ്റെയൊക്കെ ഒരു മണം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബേബി സോപ്പ് അതുപോലത്തെ ഒക്കെ മണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഫേസ് ഇത്രയും സാധനം ഇട്ട് കഴിയുമ്പോൾ എനിക്ക് ഇതൊന്ന് അടച്ചു വെക്കട്ടെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് എന്തോന്ന്, ഇപ്പം നമ്മൾ ഫേസ് വാഷും സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇട്ടു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന ഐലൈനർ ഇടുക. ഐലൈനർ എനിക്ക് വീഡിയോയിൽ ഇട്ട് കാണിക്കണമെന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന മെബിലൈൻ്റെ കാണുന്നില്ലല്ലോ, മെബിലൈൻ്റെ ഐലൈനറാണ്. എനിക്ക് ഒന്നാമത് ഐലൈനർ ഇടാൻ പൊതുവേ മര്യാദയ്ക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കണ്ണാടിയും കൂടി നോക്കാതെ ഐലൈനർ ഇട്ടാൽ ഞാൻ കുളവാക്കും. അതുകൊണ്ട് ഞാൻ ഐലൈനർ ഇട്ടിട്ട് വരാം. ഞാൻ ഐലൈനർ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഞാനൊരു പൊട്ടും തൊട്ട്. എനിക്ക് മര്യാദയ്ക്ക് ഐലൈനർ ഇടാൻ അറിയത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കളിയാക്കല്ലോ. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഇടുന്നത് ഈ 2 സാധനമാണ്. എൻ്റെ ആകെ എക്സ്പെൻസീവായിട്ട് കയ്യിൽ ഉള്ളത് ഈ 2 സാധനമാണ്. ഈ പ്ലിക്സിൻ്റേത് ഒറിജിനൽ തന്നെ, ഈ പ്ലിക്സിയുടെ ബ്ലഷ്. പ്ലിക്സ് മറ്റേ വേറെ ഏതോ ഒരു പ്രോഡക്റ്റ് അല്ലേ. ഈ പ്ലിക്സിയുടെ ബ്ലഷ് ഷെയ്ഡ് റൂബി, ഏറ്റവും അവരുടെ ഡാർക്കസ്റ്റ് ഷെയ്ഡായിട്ടുള്ള ഷെയ്ഡാണിത്. ഇതിൽ ഞാൻ ഇതുവരെ ഈ സാധനം കളഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഈ സാധനം കളയുമെന്ന് തോന്നുന്നു. ഇത് ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ ഫേസിൽ ഇട്ട് കൊടുക്കും. ഇതെനിക്കൊരു നാച്ചുറൽ ബ്ലഷ് പോലെ തോന്നിക്കാറുണ്ട് വെളിപ്പറ്റിയൊക്കെ ഐലൈനറിൽ. എന്നിട്ട് എനിക്ക് പക്ഷേ ഇത് നല്ല രസമല്ലേ ഗൈസ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഇടക്ക് ഇത് പിന്നില്ല, ഇനി വേറെ ആർക്കും ഈ ബ്ലഷ് ഉപയോഗിക്കാൻ കൊടുക്കരുത്. നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ട്. റീസൺ എന്തുവാന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ മുഖത്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഇഷ്യൂ എന്ന് വെച്ചാൽ വേറെ ആർക്കും ഉപയോഗിച്ച്, ഇപ്പോൾ അവരുടെ ഫേസിൽ പിമ്പിൾ ഉണ്ടെങ്കിൽ അവരിങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് വരുവാണെങ്കിൽ അതേ പിമ്പിൾ നമുക്കും കിട്ടും. നമ്മുടെ ഫേസിലും ഉണ്ടെങ്കിൽ നമ്മളിത് പിന്നെയും ഉപയോഗിക്കുകയാണെങ്കിൽ പിമ്പിൾ വരുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പം മടിയായതുകൊണ്ടാണ് ഇങ്ങനെ, നമ്മൾ ഇത്രയും ഭംഗിയുള്ള സാധനം ഇങ്ങനെ ഉപയോഗിക്കുന്നതല്ലേ നല്ല. അപ്പം മാക്സിമം ആർക്കും ഇത് യൂസ് ചെയ്യാൻ കൊടുക്കാതെ നിങ്ങൾ തന്നെ ഇതിങ്ങനെ ഇടാം. അപ്പോൾ ഇത്രയും ബ്ലഷ്. പിന്നെ ഈ പ്ലിക്സിയുടെ ബ്ലഷിൽ 3 ഷെയ്ഡാണ് ഉള്ളത്. മാക്സിമം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്നത് ഈ ബ്ലഷാണ്. ഏറ്റവും ഡാർക്കസ്റ്റ് ഷെയ്ഡായിട്ടുള്ള റൂബി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അതെ റൂബി കണ്ടോ, ഈ റൂബി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ എല്ലാവർക്കും. പിന്നെ എൻ്റെ കയ്യിലുള്ള കെ ബ്യൂട്ടിയുടെ ഈ ലിപ്സ്റ്റിക്ക്, ഇത് നല്ല വേഗത്തിൽ സ്മഡ്ജാവും. പക്ഷേ ഇതിനൊരു ഹൈഡ്രേറ്റിംഗ് സംഭവമായിട്ടുള്ള മറ്റേ ലിപ്സ്റ്റിക്കാണ് അവർ തന്നെ. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ അറിയത്തില്ല, നിങ്ങൾക്ക് എൻ്റെ ചുണ്ട് ഇട്ടപ്പം മനസ്സിലായി കാണുമല്ലോ. നമ്മളപ്പോൾ ഈ ഇങ്ങനെ പറ്റിയിട്ടുള്ള, പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ചില ഈ മെബിലൈൻ്റെയൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കണ്ട, എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ അറിയില്ല. ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നത്. എല്ലാവരും ലൈവിൽ വരുന്നവർ വിചാരിക്കും ഞാൻ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആക്ച്വലി മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഡാൻസിന്, ഷോർട്സിന് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുങ്ങുന്നത്. അപ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ വേറെ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്.
അതൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഞാനിപ്പോൾ ഇന്ന് കാണിച്ച പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഇതിനൊക്കെ ഇടാം. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഈ ബോഡി മിസ്റ്റ് ഉപയോഗിക്കും. ഇവിടെ നെക്കിലും കരച്ചത് വേറെ എടുത്തോട്ടാം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ ഞാൻ ഇവിടെ നിൽക്കും, പിന്നെ ഇവിടെ കൈയുടെ അവിടെയൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇങ്ങനെയാണ് ഒരുങ്ങുന്നത്. ഡാൻസിന് വേണ്ടി മാത്രമല്ല, ഞാൻ പുറത്ത് പോകുമ്പോഴും ഇങ്ങനെ ഒരുങ്ങുന്നത്. കാരണം നിങ്ങൾക്ക് എൻ്റെ ഒരുങ്ങുന്ന കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, എനിക്ക് വലുതായിട്ട് ഒരുങ്ങാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ച സാധനങ്ങൾ: ഫസ്റ്റ് സ്റ്റെപ്പ് സൺസ്ക്രീൻ, ഫേസ് വാഷ്, സെക്കൻഡ് മോയ്സ്ചറൈസർ, തേർഡ് സൺസ്ക്രീൻ, പിന്നെ ഐലൈനർ, പിന്നെ ബ്ലഷ്. ഇത് നിങ്ങൾ ചിലപ്പോൾ ആദ്യം വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇടുക, ബ്ലഷ് ഇടുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ എല്ലാവരെയും പോലെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ബാക്കി വരുന്നിടത്ത് കണ്ണിൽ തേക്കാറുണ്ട്. നമ്മളെല്ലാം സത്യസന്ധമായിട്ട് പറയണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് ഞാൻ തേക്കാറില്ല, കാരണം ഇത് ചേരത്തില്ല. കാരണം ഇതൊരു ഹൈഡ്രേറ്റിങ് അങ്ങനത്തെ പോലത്തെ ടൈപ്പല്ല, ഒരു ലിപ് ബാം ഇട്ടൊരു ഫീലാണ്. കണ്ട നല്ലതല്ലേ? പക്ഷെ ഇത് വേഗം പോകും. വേഗം എന്ന് വെച്ചാൽ കൂടിപ്പോയ ഒരു നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ ഇരിക്കും. എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ കൂടിപ്പോയ 10 മിനിറ്റ്. ഞാൻ ഇന്നലെ ലൈവിൽ ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് ആയപ്പോൾ എൻ്റെ ചുണ്ടിൽ നിന്ന് ഇത് പോയി. അതുകൊണ്ട് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കല്യാണത്തിനോ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ ഇത് കൂടെ കൊണ്ടുപോകണം. ഇത് വേഗം തീരും. പക്ഷെ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ചേ ആയുള്ളൂ, അതുകൊണ്ട്. പക്ഷെ എനിക്ക് ഇത് കണ്ട കെ ബ്യൂട്ടിയുടെ ഇങ്ങനത്തെ നല്ല രസമില്ല കാണാൻ. അപ്പം നിങ്ങൾ ഇനിയും ഏതെങ്കിലും പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾ പറയണം, ഞാനത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. വാങ്ങിച്ചിട്ട് എനിക്കിഷ്ടമാണ് ഇങ്ങനെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, ആ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും. അത്യാവശ്യം കുറേ പ്രോഡക്റ്റ്സ് എൻ്റെ കയ്യിൽ കാണും. ഈ ഫേസ് വാഷ് എൻ്റെ കയ്യിൽ 2 ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ കുറേ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തിൻ്റെയെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എന്തുവാണ് കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. ഇത് പിന്നെ പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല, കാരണം കൂടുതലും എൻ്റെ കയ്യിൽ സ്കിൻ കെയർ ഡോട്ട് ആൻഡ് കീയുടെ ഇരിക്കുന്നത്. ഇത് പ്രമോഷൻ വീഡിയോ അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്കും സബും ചെയ്യണം. താങ്ക് യു. ബൈ.